തിരുവനന്തപുരം പാലോട് മടത്തറ വേങ്കലയിൽ കാട്ടാന ആക്രമണം 2 പേർക്ക് പരിക്കേറ്റു. ശാസ്താംനട സ്വദേശികളായ സുധി, രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ഓടിച്ച സ്കൂട്ടർ കാട്ടാന തകർത്തു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അജീഷ്, പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, പാലോട് മടത്തറ വേങ്കലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഓടിച്ച സ്കൂട്ടർ കാട്ടാന തകർത്തിട്ടുണ്ട്. റോഡിൽ ഒറ്റയാൻ കയറി നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുളത്തൂപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശാസ്താംനട സ്വദേശികളായ സുധി, രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ജോലി കഴിഞ്ഞ് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ശാസ്താംനട ക്ഷേത്രത്തിന് തൊട്ടു മുമ്പ് വെച്ച് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഇവർ ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് ഒരാൾക്ക് കാലിൽ പരിക്കുപറ്റിയത്. സ്കൂട്ടറിന്റെ ഒരു ഭാഗം കാട്ടാന തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പും ശാസ്താംനടയിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയാണ് വനത്തിൽ ബാബു എന്ന ആനയെ കാട്ടാന കൊലപ്പെടുത്തിയത്. പാലോട് പോലീസും അതേപോലെ തന്നെ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പെരിങ്ങമല പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണിത്. എന്തായാലും ഈ സ്ഥലത്ത് കാട്ടാന ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ശരി, തിരുവനന്തപുരം പാലോട് വേങ്കലയിലാണ് കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റത്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.